Hi friends, welcome to Fantasy Guru Game Week 26 സാധ്യതയിൽ സംസാരിക്കുന്ന ഫാന്റസി ഗുരുവിന്റെ മറ്റൊരു എപ്പിസോഡിന്റെ എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മുമ്പിൽ ഇനിയുള്ളത് ഗെയിം വീക്ക് 26 ആണ്. എന്നാൽ ആ ഗെയിം വീക്ക് 26നെ വിശേഷങ്ങളായിട്ട് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ കഴിഞ്ഞ ഗെയിം വീക്ക് 25നെ പറ്റി നമുക്ക് സംസാരിച്ചു പോവാം. സംഭവ ബഹുലമായിരുന്ന ആ ഒരു ഗെയിം വീക്കിനെ പറ്റി ഏതാനും ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് 26ന്റെ വീഡിയോയിൽ കിടക്കാം. നമുക്കറിയാം, നിങ്ങൾക്കറിയാം, നമ്മൾ ഒരു കഴിഞ്ഞ 4 ആഴ്ചയായിട്ട് എന്നും നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരുന്ന ഗെയിം വീക്ക് 25 എങ്ങനെ ടാക്കിൾ ചെയ്യാം, അല്ലെങ്കിൽ ഏതൊക്കെ സ്ട്രാറ്റജി ഉപയോഗിക്കണം, എങ്ങനെയൊക്കെ കളിക്കണം, ആരെ കൊണ്ടുവരണം, ആ പ്ലെയർ എടുക്കുക, ഈ പ്ലെയർ എടുക്കുക, മറ്റേ ട്രാൻസ്ഫർ ചെയ്യില്ല, മറിച്ച് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ ഗെയിം വീക്ക് 21 മുതൽ എൻ്റെ സംസാരം മൊത്തം ഗെയിം വീക്ക് 25നെ പറ്റിയാണ്. അങ്ങനെ വെൽ പ്ലാൻഡ് നമ്മൾ എല്ലാ ഭാഗത്തും എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് ഏറ്റവും മികച്ച ടീമായിട്ട് ഗെയിം വീക്ക് 26ലേക്ക് ചെന്നു. പക്ഷെ 25ലേക്ക് ചെന്നു. പക്ഷെ വിധി മറിച്ചായിരുന്നു. നമുക്ക് പ്രതീക്ഷിച്ച ഒരു ഔട്ട്പുട്ട് ഗെയിം വീക്ക് 25 തന്നില്ല. ഫോർ പേഴ്സണലി എനിക്കും ആ ഒരു അത്ര ഞാൻ പ്രതീക്ഷിച്ച ഒരു പോയിന്റ് എനിക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ചെറിയൊരു നിരാശ ആ കാര്യത്തിലുണ്ട്. എന്നിരുന്നാൽ പോലും നമ്മൾ ആരും തളരരുത്. നമുക്ക് ആ ഒരു ഗെയിം വീക്ക് 25ന്റെ സാഹചര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ട്രിപ്പിൾ ക്യാപ്റ്റനാണ് നമ്മളെല്ലാവരും മിക്കവരും യൂസ് ചെയ്തത്. ആകെ ഒരു സമാധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറെക്കുറെ 62% ആൾക്കാർ ട്രിപ്പിൾ ക്യാപ്റ്റൻ ഓൾറെഡി യൂസ് ചെയ്തിരുന്നു. അതിൽ തന്നെ ടോപ്പ്, അതായത് ഒരു 200K ഒക്കെ താഴെയുള്ള എല്ലാ ആൾക്കാരും ഓൾമോസ്റ്റ് ഒരു 75-80% ആൾക്കാർ ട്രിപ്പിൾ ക്യാപ്റ്റൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ആരെങ്കിലുമൊക്കെ ട്രിപ്പിൾ ക്യാപ്റ്റൻ അടിച്ച് നമ്മളെ പോയിന്റ് കടത്തിക്കൊണ്ട് പോകുന്ന പേടി വേണ്ട. അത്യാവശ്യം ആളുകൾക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ ഒരു പേടിയുള്ളൊരു ഇനിയുള്ള ട്രിപ്പിൾ ക്യാപ്റ്റൻ ഈ സോളങ്കി 28, അതുപോലെ ഇനി 34 ചിലപ്പോൾ സാക്ക, അല്ലെങ്കിൽ 37 സലയൊക്കെ അവരൊന്നും തൽക്കാലം അടിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കുക. അതാണ് ചെയ്യാനുള്ളത്. ഇപ്പം ഞാൻ പേഴ്സണലി അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹാലൻഡായിരുന്നു നമ്മുടെയൊക്കെ ട്രിപ്പിൾ ക്യാപ്റ്റൻ. 10 പോയിന്റ് വന്നു. അവസാനത്തെ കളിയിൽ ഒരു ഗോൾ അടിച്ചുകൊണ്ടൊരു സമാധാനമുണ്ട്. എന്നിരുന്നാൽ പോലും നമ്മളെ പ്രതീക്ഷിച്ച ഒരു ഔട്ട്പുട്ട് 2 ഹോം ഗെയിം ഉണ്ടായിട്ടും ഹാലിന് തരാൻ കഴിഞ്ഞില്ല എന്നുള്ളത് സങ്കടകരം തന്നെയാണ്. എന്നാൽ പോലും നമ്മളെ സംബന്ധിച്ചൊന്നും ഒരു പുത്തിലുള്ള കാര്യമില്ല. ഇതിലും വലിയ വട്ടത്തിലുള്ള ഊക്ക് മേടിച്ചിട്ടുള്ള ആൾക്കാർ നമ്മൾ ഓർക്കുവാണെങ്കിൽ മനയെ നമ്മളൊരു സീസണിൽ ട്രിപ്പിൾ ക്യാപ്റ്റൻ വെച്ചു. 1 പോയിന്റ് വന്നു. ട്രിപ്പിൾ ക്യാപ്റ്റൻ വഴി 3 പോയിന്റാണ് മാന തന്നത്. അതുപോലെ മറ്റൊരു സീസണിലാന്ന് തോന്നുന്നു ഡെന്നീസിനെ ട്രിപ്പിൾ ക്യാപ്റ്റൻ വെച്ചായിട്ട് ഓർക്കുന്നു. ഡെന്നീസ് റെഡ് കാർഡ് മേടിച്ച് ഫസ്റ്റ് കളി തന്നെ പുറത്തുപോയി, -1. അങ്ങനെ -3 പോയിന്റ് കിട്ടിയ ട്രിപ്പിൾ ക്യാപ്റ്റൻ ചിപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു 10 പോയിന്റ് എന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ച് സ്വർഗം തന്നെയാണ്. തൽക്കാലം അങ്ങനെ വിശ്വസിക്കാൻ തരമുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനി അതിൽ തന്നെ ആലോചിച്ച് നമ്മൾ സമയം കളയേണ്ട കാര്യമില്ല. ഇറ്റ്സ് ടൈം ടു മൂവ് ഓൺ. ഇനി നമുക്ക് ഗെയിം വീക്ക് 25 ടീമിലേക്ക് വരികയാണെങ്കിൽ ജസ്റ്റ് ടീമിന്റെ ഒരു പെർഫോമൻസ് പറഞ്ഞു നോക്കാം. ഹാലൻഡ് ട്രിപ്പിൾ ക്യാപ്റ്റൻ, ആൽവാരസ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് കളിയിൽ ഒരു അസിസ്റ്റ് ഉള്ളതുകൊണ്ട് 7 പോയിന്റ് അങ്ങനെ കിട്ടി. ഡാർവിൻ ന്യൂനസ്, ഈ ഡാർവിൻ ന്യൂനസിനെ ഗെയിം വീക്ക് 21 മുതൽ ഞാൻ ടീമിൽ വെച്ചുകൊണ്ടിരിക്കണം. ഒറ്റ പോയിന്റ് ഉണ്ടായിരുന്നു ഗെയിം വീക്ക് 25 അടിച്ച് കീറണം എന്നുള്ളത്. പക്ഷേ ഗെയിം വീക്ക് 25 കളി തുടങ്ങി ഫസ്റ്റ് ഗോൾ ഡാർവിൻ ന്യൂനസ്. സാധാരണ ഒരു ഓപ്പൺ പോസ്റ്റ് ഇട്ട് പുറത്തേക്ക് അടിച്ചാലും ഡാർവിൻ ന്യൂനസ് ഒരു ചിപ്പ് ഇട്ട് ഒരു ഗോൾ അടിച്ചു. ജോട്ട അസിസ്റ്റ്, എൻ്റെ ടീമിൽ ജോട്ട ഉണ്ട്. രണ്ടുപേരും ഏറെ മിനിറ്റ്സിൽ തന്നെ പോയിന്റ്. ഞാൻ ആകെ സന്തോഷം കൊണ്ട് തുള്ളി ചാടുന്നു. കാരണം ഡാർവിൻ ന്യൂനസ് ചിപ്പ് ചെയ്ത ഗോൾ അടിക്കുന്നപ്പോൾ ഇനി അങ്ങോട്ട് ഒരു ഫീസ്റ്റ് ആയിരിക്കും വിചാരിച്ചു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞില്ല, അതേ കിടക്കുന്ന ജോട്ട നിരത്ത് വയ്യാണ്ടായി. ജോട്ട പുറത്തുപോയി. അത് ജോട്ടയില്ല, പൊക്കോടെയും ഡാർവിൻ ന്യൂനസ് ഉണ്ടെന്ന് കരുതി ഫസ്റ്റ് ഹാഫ് പോയി. സെക്കൻഡ് ഹാഫ് TV വന്ന് നോക്കിയപ്പോൾ ഡാർവിൻ ന്യൂനസിനെയും കാണാനില്ല, പുള്ളിക്കും പരിക്ക്. അപ്പൊ ഞാനിങ്ങനെ നോക്കുമ്പോഴാണ് വരുന്നു മുഹമ്മദ് സല. അപ്പൊ ഈ ലാസ്റ്റ് മിനിറ്റിൽ സല ബെഞ്ചിലുണ്ട്. അപ്പൊ എന്റെ സല ബെഞ്ചിലുണ്ടെന്നുള്ള വിവരം എനിക്ക് കിട്ടിയിരുന്നു. അപ്പൊ സല ബെഞ്ചിലുണ്ട്. ലൂട്ടനായിട്ടുള്ള കളിയിൽ സല ഇറങ്ങും. അപ്പൊ ആ ഒരു കളിയിലേക്ക് ഉപയോഗിക്കാൻ തരുത്തി ഞാൻ 2 കളിപ്പിച്ച് സലയെ വാങ്ങി വെച്ചിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ജോട്ട പോയതോടുകൂടി സലയ്ക്ക് ഒരു ചാൻസ് ഉണ്ട്. അങ്ങനെ സല ഫസ്റ്റ് ഹാഫിൽ വരുവാണ്, സെക്കൻഡ് ഹാഫിൽ വരുവാണ്. അങ്ങനെ സലയുടെ കളി കണ്ടുകൊണ്ടിരിക്കുന്നു. സല വരുന്നു, അസിസ്റ്റ് കൊടുക്കുന്നു, ഗോൾ അടിക്കുന്നു. അപ്പൊ ഈ സല അസിസ്റ്റും ഗോളൊക്കെ അടിക്കുമ്പോൾ എന്ന് വെച്ചാൽ ഞാൻ വീട്ടിൽ നിന്ന് കളിയാണ്. എന്നെ സംബന്ധിച്ച് ആരും ചെയ്യാത്തൊരു മൂവ് ചെയ്തു, ആ ഒരു പ്ലെയർ ഗോൾ അടിക്കുന്നു. ഇനി ലൂട്ടനെതിരെയുള്ള കളികളിലേക്ക് ഇനിയും ഗോളുകൾ വരാൻ പോകുന്നു. അപ്പൊ ഞാൻ എന്നെ തന്നെ അങ്ങോട്ട് പ്രശംസിക്കുകയാണ്. ആ ഒരു കിടിലൻ ട്രാൻസ്ഫർ പൊളിച്ചെന്നൊക്കെ പറഞ്ഞ് വെച്ചിരിക്കും. നമ്മുടെ സലാം കാശ്മീരിലെ മറ്റേ ജയറാമിന്റെ ഒരു ഭാഗത്തിൽ ഞാൻ ഇങ്ങനെ കളി കണ്ടുകൊണ്ടിരിക്കുന്നു. കളി കഴിഞ്ഞു. സലേനെ ഇപ്പൊ അടുത്ത കളിയിൽ ഇറക്കുമെന്ന് ഓർത്തിരുന്നു. ലൂട്ടനായിട്ടുള്ള കളിയിൽ സല ടീമില്ല. വീണ്ടും നമ്മള് ആയിപ്പോയി. പിന്നെ സലയുടെ കഴിഞ്ഞു. പിന്നെ സാക്കയാണ് സമാധാനം 2 ഗോൾ അടിച്ചു. ഫോഡൻ 5 പോയിന്റ്. ജോട്ടറും പറഞ്ഞു. പിന്നെ ഗബ്രിയേൽ, റെഗുലിയൻ ഒരു അസിസ്റ്റ് വന്നു. അലക്സ് മൊറേനോ, ഡെബ്രോക്ക്. അങ്ങനെ എവിടേക്കും വലിയ പ്രതീക്ഷകൾ എന്ന ഒരു സ്ഥലത്തും എത്താതായ ഒരു പ്രത്യേക ഗെയിം വീക്കാണ് ഗെയിം വീക്ക് 24. സത്യം പറഞ്ഞാൽ കുറെ നേരം ചിരിച്ചു ഈ ഒരു ഗെയിമിലെ എൻ്റെ അവസ്ഥ നോക്കിയിട്ട്. സോ അതെല്ലാമാണ് ഗെയിം വീക്ക് 25 പേഴ്സണലായിട്ട് എൻ്റെ അവസ്ഥ. പോയിന്റ് കിട്ടിയത് 91, -4 87. ഓവറോൾ റാങ്ക് 380K ഓവറോൾ റാങ്ക് വരുന്നു. ടോട്ടൽ പോയിന്റ്സ് 1505 ആണ് ഉള്ളത്. സോ അതെല്ലാമാണ് പർട്ടിക്കുലർ ഗെയിം വീക്കിനെ പറ്റി പറയാനുള്ളത്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് വരാം. ഗെയിം വീക്ക് 26. ഞാൻ സാധാരണ പഴയ ഗെയിം വീക്കിനെ പറ്റി ഒത്തിരി സംസാരിക്കുന്നത്. പക്ഷേ ഇത് സംസാരിക്കണമെന്ന് കാരണം വെച്ചാൽ നല്ല പ്രതീക്ഷയിൽ എന്നിട്ട്
എന്തെങ്കിലും പറ്റുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു സുഖമുള്ളൂ. അതുകൊണ്ട് പറഞ്ഞു ലെറ്റ്സ് ഗോ ടു ഗെയിം വീക്ക് 26. ഗെയിം വീക്ക് 26 നമുക്ക് എല്ലാവർക്കും അറിയുന്ന ആമുഖമായിട്ട് പറയാനുള്ളത് 4 ടീമുകൾക്ക് കളിയില്ല. അത് ലിവർപൂൾ, ലൂട്ടൺ, ചെൽസി, സ്പേഴ്സ്. ഈ ടീമുകൾക്ക് EFL കപ്പ് ഫൈനൽ ഉള്ളതുകൊണ്ട്, ചെൽസി വേഴ്സസ് ലിവർപൂൾ ഉള്ളതുകൊണ്ട് ഈ 4 ടീമുകൾക്ക് കളിയില്ല. അതുകൊണ്ട് തന്നെ ഈ ടീമുകളുടെ കളിക്കാർക്ക് കളിപ്പിക്കാൻ പറ്റില്ല. സോ അതാണ് അതിന്റെ ആമുഖമായിട്ട് പറയാനുള്ളത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ടീമിൽ ജോട്ടയുണ്ട്, ഡാർവിൻ ന്യൂനസ് ഉണ്ടാവും, അങ്ങനെ പല പ്ലേയേഴ്സ് നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. പക്ഷെ എന്നാൽ തന്നെ എല്ലാവരും ഒരുമിച്ച് ഒഴിവാക്കാനുള്ള ട്രാൻസ്ഫർ നമ്മുടെ ഉണ്ടാവില്ല. സോ പ്രയോറിറ്റി ആയിട്ട് സെല് ചെയ്യേണ്ട ആരെല്ലാമാണെന്ന് നോക്കാം. അതായത് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഈ വീക്കിൽ സെല് ചെയ്യേണ്ട കളിക്കാരെല്ലാമാണെന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നത് മറ്റാരുമല്ല, ജോട്ടയാണ്. മികച്ച പ്ലെയർ ആയിരുന്നു, എന്നാൽ ഇഞ്ചേർഡ് ആയിട്ടുണ്ട്. ക്ലോപ്പിന്റെ പ്രസ് കോൺഫറൻസ് പ്രകാരം അടുത്തൊരു മാസത്തിന് ജോട്ട കളിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഗെയിം വീക്കിൽ ബ്ലാങ്ക് ആവുന്നു. ഇനി ഒരു മാസത്തേക്ക് താല്പര്യ സേവനം ലഭ്യവുമല്ല. സോ ജോട്ട ഈസ് എ ഡെഫിനറ്റ് സെൽ. ഇനി വിൽക്കാൻ കഴിയുന്ന മറ്റു താരം ലിവർപൂളിന് ട്രെന്റ് അലക്സാണ്ടർ-ആർണോൾഡ്. ട്രെൻഡിന്റെ കാര്യം ഏറെക്കുറെ സമാനമാണ്. പക്ഷെ ഇഞ്ചുറി സ്പെല്ല് എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു സ്പെല്ലായിട്ട് ഇഞ്ചുറി ആയിരിക്കില്ല. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ 27 ചിലപ്പോൾ നോട്ടിംഗ്ഹാമായിട്ട് ടച്ച് ആൻഡ് ഗോ ആയിരിക്കും. 20 പിന്നെ സിറ്റി ആയിട്ട് കളി വരുന്നു. 29 പിന്നെയും ബ്ലാങ്ക് ആവുന്നു. സോ ഇത്രയും വിലയുള്ള ഒരു പ്ലെയറെ ഈ ഒരു എക്സ്പെഷ്യലി ഈ അലക്സാണ്ടർ-ആർണോൾഡ് 8.5 മില്യൺ ബഡ്ജറ്റ് വിഴുങ്ങിയിരിക്കുമ്പോൾ സലയെ കൊണ്ടുവരുന്നതെങ്കിൽ ഒന്നാമത് നമുക്ക് ലിവർപൂളിന്റെ ഒരു സ്പോട്ട് കണ്ടെത്തേണ്ടിയിരിക്കുന്നു, രണ്ടാമത് ബഡ്ജറ്റ് നമുക്ക് നല്ല രീതിയിൽ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ട്രെന്റ് അലക്സാണ്ടർ-ആർണോൾഡിനെ നിങ്ങൾക്ക് ടീമിലാണെങ്കിൽ ഈ ആഴ്ച വിൽക്കാൻ കഴിയുന്നതാണ്. ഇനി ഇവരേക്ക് വിറ്റുകൊണ്ട് ആരെല്ലാം വാങ്ങാൻ കഴിയും അത് നമുക്ക് ജസ്റ്റ് നോക്കി പോകാം. എക്സ്പെഷ്യലി ജോട്ടയിലായിട്ട് പറയുകയാണെങ്കിൽ ജോട്ടൻ മിഡ്ഫീൽഡറാണ്. മിഡ്ഫീൽഡറെ വിറ്റ് മറ്റേ ആ ഒരു മിഡ്ഫീൽഡറെ വിറ്റുകൊണ്ട് മറ്റാരെയും ടീമിൽ എടുക്കാൻ കഴിയുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന പേര് അത് വൂൾസിന്റെ ഹീച്ചാൻ ആണ്. 5.5 മില്യൺ വിലയുള്ള താരം. എന്തുകൊണ്ട് ഹീച്ചാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീച്ചാന്റെ എതിരാളി ഈ ഒരാഴ്ച ഷെഫീൽഡ് യുണൈറ്റഡ് ആണ്. ഈ ഷെഫീൽഡ് യുണൈറ്റഡ് എന്ന ടീമിനെ പറ്റി പറയുമ്പോൾ അവര് ഇറങ്ങുന്നു, നിങ്ങൾ എത്രത്തോളം ഗോൾ വേണമെങ്കിൽ അടിച്ചോളൂ എന്ന് പറഞ്ഞിങ്ങനെ നെഞ്ചു പിരിച്ചിരിക്കുന്ന ടീമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ടീമിനെതിരെ ഹീച്ചാനെ കളിപ്പിക്കാതിരിക്കാൻ തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ജോട്ടയ്ക്ക് പകരം ഞാൻ ആദ്യം സജസ്റ്റ് ചെയ്യുന്ന പേര് ഹീച്ചാനാണ്. ഷെഫീൽഡിന്റെ ആ ഒരു ടീമിന്റെ ഡിഫൻസ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ എല്ലാ കാര്യത്തിലും, അതായത് XG കൺസീഡ് 20ാം സ്ഥാനം, XG ഓൺ ടാർഗറ്റ് കൺസീഡ് 20ാം സ്ഥാനം, ക്ലീൻ ഷീറ്റ് 20ാം സ്ഥാനം, ഷോട്ട് കൺസീഡ് 20ാം സ്ഥാനം, ഷോട്ട് ഇൻസൈഡ് ബോക്സ് കൺസീഡ് 20, ഷോട്ട് ഓൺ ടാർഗറ്റ് കൺസീഡ് 20, ഗോൾസ് കൺസീഡ് ചെയ്തത്. അതായത് എല്ലാ കാര്യത്തിലും വളരെ മികച്ച രീതിയിൽ 20ാം സ്ഥാനം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീമാണ് ഷെഫീൽഡ്. ആ ഒരു ടീമിനെതിരെ കളിക്കുന്നു. ഇനി ഹീച്ചാനിലേക്ക് വരുവാണെങ്കിൽ ഹീച്ചാന്റെ ഒരു പേഴ്സണൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 5.5 മില്യൺ വിലയുള്ള മിഡ്ഫീൽഡേഴ്സിന്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ, ഏറ്റവും കൂടുതൽ ഗോൾ ഇൻവോൾവ്മെന്റ്, ഏറ്റവും കൂടുതൽ ബിഗ് ചാൻസ്, ഏറ്റവും കൂടുതൽ XG, ഏറ്റവും കൂടുതൽ XGI, ഇത്തരം സ്റ്റാറ്റ്സ് ഹീച്ചാൻ പേഴ്സണലി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു വിലയ്ക്ക് ഹീച്ചാനെ ടീമിനായിട്ട് എടുക്കുക എന്നുള്ളത് ഒരു വളരെ മികച്ചൊരു തീരുമാനം തന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്നു, എസ്പെഷ്യലി എഗെയിൻസ്റ്റ് ഷെഫീൽഡ്. ഇപ്പൊ ഹീച്ചാൻ എടുക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന മറ്റൊരു ഓപ്ഷൻ അതേ ടീമിൽ തന്നെ നെറ്റോയാണ്. നമുക്കിപ്പോൾ സ്ക്രീനിൽ കാണാം ഹീച്ചാൻ വേഴ്സസ് നെറ്റോ ഒരു കമ്പാരിസൺ കാണാം. നമുക്ക് ഇത് മൊത്തം ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട കാര്യം, പക്ഷെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകുന്നത് ഹീച്ചാൻ ഒരു ഗോൾ സ്കോറും നെറ്റോ ഈ പറഞ്ഞ പോലെ ഒരു അസിസ്റ്റ് പ്രൊവൈഡറാണ് മോർ ഇൻ ടു. കളി കാണുമ്പോൾ നമുക്ക് ഓർക്കും നെറ്റോ ഭയങ്കര ഡേഞ്ചർ നിൽക്കും. പക്ഷെ അറ്റ് എൻ പ്രൊഡക്റ്റ് എപ്പോഴും ഈ നെറ്റോ വലിച്ചുകൊണ്ട് ഡ്രിബിൾ ചെയ്തങ്ങ് പോയി ആ ഒരു മൂലയ്ക്ക് ചെന്നൊരു ഒറ്റ ക്രോസ് അല്ലെങ്കിൽ ഒരു അടി ഒരു ഗോൾ കീപ്പർ സേവ് ചെയ്യാൻ വരുന്ന ഒരു പൊസിഷനിലായിരിക്കും. അത് കൈ തട്ടി ഹീച്ചാന്റെ കാലിലേക്ക് വരുന്നു, ഗോൾ അടിക്കുന്നു, അല്ലെങ്കിൽ ഒരു ക്രോസ് വെക്കുന്നു, അത് ഗോൾ അടിക്കുന്നു. ഇതാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. സോ നെറ്റോ മികച്ച കളിക്കാരൻ തന്നെയാണ്. പക്ഷേ FPL പോയിന്റിൽ നെറ്റോ മോർ ഓഫ് എൻ അസിസ്റ്റ് പ്ലെയർ വെൻ ഇറ്റ് കംസ് ടു ഗോൾ ഇത് ഹീച്ചാനാണ്. അതുകൊണ്ട് തന്നെ ഹീച്ചാൻ തന്നെയായിരിക്കും അവരുടെ പെനാൽറ്റി ടേക്കറും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. സറാബി ആയിരിക്കില്ല എന്ന് കേൾക്കുന്നു. അതുകൊണ്ട് തന്നെ ഹീച്ചാന് വാങ്ങാനാണ് ഈ നെറ്റോ വേഴ്സസ് ഹീച്ചാൻ, ഈ ഹീച്ചാനെയാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. അത് നമ്മൾ ഒറ്റ സ്റ്റാറ്റ്സ് ആ സ്ക്രീൻ നോക്കി മനസ്സിലായി. XG നോക്കുകയാണെങ്കിൽ XG ഹീച്ചാന് 6.18 ആകുമ്പോൾ 3.02 മാത്രമാണ് നെറ്റോ ഉള്ളത്. സോ ബാക്കി സ്റ്റാറ്റ്സ് നിങ്ങൾക്ക് വായിക്കാൻ കഴിയുന്നതാണ്. സോ നെറ്റോ വേഴ്സസ് ഹീച്ചാൻ ആണെങ്കിൽ ഐ വുഡ് സേ ഹീച്ചാൻ ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. സോ അതാണ് ഹീച്ചാനെ പറ്റി പറയാനുള്ളത്. ഇനി ഹീച്ചാൻ അല്ലാത്തവർക്ക് നിങ്ങൾക്ക് ആരുടെ ടീമിനായിട്ട് എടുക്കാൻ കഴിയുന്നതിന് മറ്റൊരു പേര് ഒരു എമർജിംഗ് പ്ലെയർ വരുന്ന ഗർനാച്ചോ ആണ്. നമ്മുടെ യുണൈറ്റഡിന്റെ വിങ്ങറായിട്ട് കളിക്കുന്ന ഗർനാച്ചോ 4.8 മില്യൺ ആണ്. ഈ ഗർനാച്ചോനെ സജസ്റ്റ് ചെയ്യാനുള്ള കാര്യം എക്സ്പെഷ്യലി നമുക്ക് സലയൊക്കെ ടീമായിട്ട് എടുക്കണമെങ്കിൽ ഇനിയുള്ള 1-2 ബൈകൾ നമ്മളെ ഒരു ബഡ്ജറ്റ് രീതിയിലുള്ള ബൈകളാണെങ്കിൽ മാത്രമായിരിക്കും മിക്കവർക്കും സലയെ ടീമിലായിട്ട് കൊണ്ടുവരാൻ കഴിയുള്ളൂ. അപ്പൊ അങ്ങനെയാണ് 5.5 മില്യൺ വരെ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ താല്പര്യം 4.8 ഏറെക്കുറെ അതേ സ്റ്റാറ്റ്സ് ഉള്ള ഒരു പ്ലെയർ ആണ് ഗർനാച്ചോ വരുന്നത്. ഫുൾഹാമിനെതിരെ സിറ്റിക്കെതിരെ എവർട്ടനായിട്ടാണ് കളി. ഫുൾഹാം, സിറ്റി, എവർട്ടൺ ഈ 3 ടീമിനെതിരെയും ഗർനാച്ചോയ്ക്ക് ഗോൾ ചെയ്യാൻ സാധിക്കും. സിറ്റി ഒരു മികച്ച ടീമാണെങ്കിൽ കൂടിയും ഗോൾ വഴങ്ങുന്നതിൽ പ്രത്യേകിച്ച് പിശുക്കൊന്നും കാണിക്കുന്നതിന് എല്ലാ കളിയിലും അത്യാവശ്യം ഒരു ഗോളൊക്കെ മേടിക്കുന്ന ഇടയ്ക്ക് ക്ലീൻ ഷീറ്റ് വരുന്നു. സോ ഗർനാച്ചോയെ പോലെ കളിക്കാരന് സിറ്റിയുടെ ഗെയിം ആണെന്ന് നമ്മൾ ഒഴിവാക്കി നിർത്തേണ്ട കാര്യമില്ല. അതുപോലെ യുണൈറ്റഡ് കുറച്ച് കഴിഞ്ഞ 4 കളികളിലായിട്ട് ജയിച്ചു വരുന്ന ടീമാണ്. അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ചു വരുന്നത്, അവർ ഫോമിലായിട്ട് വരുന്ന സൂചന തരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ യുണൈറ്റഡിന്റെ പഴയ ഒരു ഫോം പ്രശ്നമല്ല, പുതിയ രീതിയിൽ അവർ മികച്ച രീതിയിൽ കളിക്കുന്നു എന്നുള്ളതുണ്ട്.
അതുപോലെ തന്നെ ഫുൾഹാമിനെതിരെ കളിക്കുമ്പോൾ അവരെ മെയിൻ ഹോൾഡിംഗ് മിഡ് ആയിട്ടുള്ള ഫാൽഫീനെ കളിക്കുന്നില്ല, പുള്ളി സസ്പെൻഷനിലാണ്. അതോടുകൂടി ഫുൾഹാമിന് ഗോൾ മേടിക്കാനും പ്രത്യേകിച്ച് മടി ഉണ്ടാവില്ല. കഴിഞ്ഞ 8 കളികളായിട്ട് ഒരു ക്ലീൻ ഷീറ്റ് മാത്രമാണ് ഫുൾഹാം നേടിയിട്ടുള്ളത്. അതുകൊണ്ട് യുണൈറ്റഡ് തീർച്ചയായിട്ടും ഫുൾഹാമിനെ സ്കോർ ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ ഈ ഗർനാച്ചോ വളരെ മികച്ചൊരു ഓപ്ഷൻ ആവുന്നു. എസ്പെഷ്യലി നിങ്ങൾക്കൊരു സലയ്ക്ക് ബഡ്ജറ്റ് നോക്കി നടക്കുന്ന ആളാണെങ്കിൽ ജോർജ് ടു ഗർനാച്ചോ 4.88 ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം പൈസ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി ഇതൊന്നും പറ്റില്ല എന്നുള്ളവർക്ക് നമ്മുടെ പഴയൊരു പടക്കത്തിന് മിറ്റോമെ ടീമിനായിട്ട് വേണ്ടി കൊണ്ടുവരാം. ഇപ്പം തന്നെ മിറ്റോമെ ടീമിനായിട്ട് എടുക്കുമ്പോൾ ഒരു ഡിഫറൻഷ്യൽ ബൈ എന്ന് തന്നെ പറയുന്നത് ഇപ്പോൾ ഓണർഷിപ്പ് കുറവാണ്. പക്ഷേ ബ്രൈറ്റന്റെ ഫിക്സേഴ്സ് നോക്കൂ, എവർട്ടൺ, ഫുൾഹാം, നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് 3 ഈസി ഫിക്സേഴ്സ് വരുന്നു. സോ മിറ്റോമ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പേരാണ്. ഇനി നിങ്ങൾക്ക് ധാരാളം പൈസ ഒക്കെ ഉണ്ട്. സല നിങ്ങളുടെ ഒരു ടാർഗറ്റ് അല്ല എങ്കിൽ എൻ്റെ അടുത്ത് ഇഷ്ടംപോലെ പൈസ ഉണ്ട്, എനിക്ക് ഇച്ചിരി നല്ലൊരു ഓപ്ഷൻ ആണെങ്കിൽ നിങ്ങൾ ലാവിഷാണെങ്കിൽ ഗോ ഫോർ മാർട്ടിൻ ഒഡേഗാർഡ്. ഒഡേഗാർഡിനെ നമ്മൾ ആരും ശ്രദ്ധിക്കാതെ ഇറങ്ങുന്ന പ്ലെയർ ആണ്, അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിക്കാതെ വിട്ട പ്ലെയർ ആണ്. പക്ഷേ ഒഡേഗാർഡിന്റെ ഇപ്പൊ ടീമിന് ആഴ്സണൽ ഇപ്പോൾ കളിക്കുന്ന രീതിയിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ഒഡേഗാർഡിന്റെ ഒരു പൊസിഷനിങ് എവിടെയോ ഞാൻ വായിച്ചായിട്ട് ഓർമ്മയുണ്ട്. അതുകൊണ്ട് തന്നെ ഒഡേഗാർഡ് ഇച്ചിരി അറ്റാക്കിംഗ് പൊസിഷനായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ബാക്ക് ടു ബാക്ക് ഒഡേഗാർഡിന് ഗോൾ കണ്ടെത്താൻ കഴിയുന്നത്. എനിക്ക് കഴിഞ്ഞ കളി 14 പോയിന്റ്, അതിന് മുമ്പത്തെ കളി 10 പോയിന്റ് നേടി മികച്ച രീതിയിൽ കളിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാശ് ഇഷ്ടം പോലെ ബാങ്കിലുണ്ടെങ്കിൽ ഒഡേഗാർഡിന് തീർച്ചയായിട്ടും വാങ്ങിക്കാൻ കഴിയുന്നൊരു അസറ്റ് തന്നെയാണ്. സോ ഈ 3 അസറ്റാണ് നമ്മൾ പ്രൈമറി ആയിട്ട് പറയുന്നത്. ഇനി പിന്നെ അതൊരു പ്രശ്നം വെച്ചാൽ നിങ്ങൾ ഇനി 29 ഗെയിം വീക്ക് 29 ബ്ലാങ്കിൽ ഫ്രീ ഹിറ്റ് ചെയ്യുന്നില്ലാത്ത ആളാണെന്ന് വെച്ചോ. അപ്പൊ അങ്ങനെയുള്ളവര് ഫ്രീ ഹിറ്റ് 29 ചെയ്യാത്ത ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനി വാങ്ങാൻ പോകുന്ന പ്ലേയേഴ്സ് 29 കളിക്കാൻ പോകുന്ന പ്ലേയേഴ്സ് ആയിരിക്കണം. സോ അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ ഈ പറയുന്ന പ്ലേയേഴ്സിനെ വാങ്ങാതെ മറ്റു ഓപ്ഷൻസിലേക്ക് പോകാം. ലൈക്ക് ആസ്റ്റൺ വില്ലയുടെ ഡഗ്ലസ് ലൂയിസ് 29 കളിയുണ്ട്. ആസ്റ്റൺ വില്ലയ്ക്ക് മികച്ച ഫിക്സേഴ്സ് വരുന്നു. ഡഗ്ലസ് ലൂയിസ് ഓൺ പെനാൽറ്റി, അതുകൊണ്ട് തന്നെ ഡഗ്ലസ് ലൂയിസ് നമുക്ക് ടീമിനായിട്ട് എടുക്കാൻ കഴിയും. അല്ലെങ്കിൽ അതേ ടീമിനെ ലിയോൺ ബൈലിനെ എടുക്കാം. ഈ ലിയോൺ ബൈലി കഴിഞ്ഞ 8 കളികളിൽ 7 കളിയിൽ സ്റ്റാർട്ട് ചെയ്ത കളിക്കാരാണ്. കളി കാണുമ്പോൾ തന്നെ അറിയാം മികച്ച അറ്റാക്കിംഗ് പൊസിഷനായിട്ട് വരുന്നത്. പക്ഷേ ലിയോൺ ബൈലിയുടെ ഒരു ഒറ്റ കാര്യം ശ്രദ്ധിച്ചോളുക, ഗെയിം വീക്ക് 29 ആണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നെങ്കിൽ അടുത്ത കളിയൊക്കെ മിക്കവാറും ഇറങ്ങും. പക്ഷെ 29 മുമ്പ് അവർക്ക് യൂറോപ്പ കപ്പ് കളി വരുന്നുണ്ട്. സോ ആ ഒരു മിഡ് ഗെയിം വീക്ക് വരുന്നുണ്ട്, റൊട്ടേഷൻ വരാൻ ചാൻസ് ഉണ്ട്. ലിയോൺ ബൈലി ചിലപ്പോൾ റൊട്ടേറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആസ്റ്റൺ വില്ല എന്നൊരു മിഡ്ഫീൽഡർ ബൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഡഗ്ലസ് ലൂയിസ് ആയിരിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. ലിയോൺ ബൈലി ചിലപ്പോൾ റൊട്ടേഷൻ റിസ്ക് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇനി അതല്ലാത്ത പക്ഷം നമുക്ക് ഈ പറഞ്ഞ പോലെ വെസ്റ്റ് ഹാമും ടീം വൈസ് ഒട്ടും ഫോമില്ല, നിങ്ങളൊരു ഈ പറഞ്ഞ എന്തെങ്കിലും ആവട്ടെ ഒരു ഡിഫറൻഷ്യൽ പിടിച്ച് അടങ്ങുമെന്നുണ്ടെങ്കിൽ ജാരത് ബോവൻ അല്ലെങ്കിൽ കുഡൂസ് ഈ 2 പ്ലേയേഴ്സിനെ എടുത്തു വയ്ക്കും. പക്ഷേ ആസ് ഓഫ് വെസ്റ്റ് ഹാമിന്റെ കളി കാണുമ്പോൾ ഈ 2 പേരും ഒരു മികച്ച രീതിയിൽ കളിക്കുന്നില്ല, അല്ലെങ്കിൽ ആ ടീം ആസ് എ ടീം ദേ ആർ നോട്ട് പ്ലേയിങ് ഗുഡ്. ഇനി പക്കയായിട്ട് തിരിച്ചു വരുമ്പോൾ വെസ്റ്റ് ഹാം തിരിച്ചു വരുക എന്നുള്ള കാര്യത്തിൽ ദാറ്റ് വി ഹാവ് ടു സീ. ഫോർ ദ ടൈം ബീങ് ബോവനെയും കുഡൂസിനെയും തൽക്കാലം നമ്മൾ സജസ്റ്റ് ചെയ്യുന്നില്ല. സോ അതെല്ലാമാണ് മിഡ്ഫീൽഡേഴ്സിനെ പറ്റി പറയാനുള്ളത്. ഇനി സ്ട്രൈക്കേഴ്സിലേക്ക് വരുവാണെങ്കിൽ ഈ പറഞ്ഞ ഡാർവിൻ ന്യൂനസ് കുറെ പേർക്കുണ്ട്. ഡാർവിൻ ന്യൂനസിനെ വിറ്റുകൊണ്ട് ആരെ മേടിക്കാം? നിങ്ങൾക്ക് വാക്കിങ്സ് ഇല്ലെങ്കിൽ ഡാർവിൻ ന്യൂനസ് ടു വാക്കിങ്സ് ഒരു നോ ബ്രെയിനറാണ്. അതിന് കൂടുതലായിട്ട് അവർ ആലോചിക്കേണ്ട ഒരു കാര്യമില്ല. ബിക്കോസ് ഒരേ എമേരിയുടെ കീഴിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയിട്ടുള്ള FPL പ്ലെയർ വാക്കിങ്സ് ആണ്. മികച്ച രീതിയിൽ കളിക്കുന്ന ഫോമിനുണ്ട്, നല്ല ഫിക്സേഴ്സ് ആസ്റ്റൺ വില്ലയ്ക്ക്. ഇനി ഓൾറെഡി വാക്കിങ്സ് ഉള്ളവരാണെങ്കിൽ അടുത്ത എടുക്ക വയ്ക്കേണ്ട പ്ലെയർ സൊളാങ്കയാണ്. ഗെയിം വീക്ക് 28 നമുക്ക് ഡബിൾ ഗെയിം വീക്ക് വരുമ്പോൾ സൊളാങ്കിനെ ഉപയോഗിക്കാം. സോ സൊളാങ്കി എടുക്കാം. സോ ബേസിക് ഐഡിയസ് ബൈ ഗെയിം വീക്ക് 28 ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ ടീമിൽ തീർച്ചയായിട്ടും ഹാലൻഡ് ഉണ്ടായിരിക്കണം, വാക്കിങ്സ് ഉണ്ടായിരിക്കണം, സൊളാങ്കി ഉണ്ടായിരിക്കണം. സോ ഈ രീതിയിലായിട്ട് എടുത്തു വെക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ആരെവിടെയും ട്രാൻസ്ഫർ ചെയ്യാം. സോ ഫൈനലായിട്ട് ഫ്രണ്ട് 3 എന്നാണ് പറയുന്നത്. എന്ന രീതിയിൽ തന്നെ ഈ പറഞ്ഞ റാസ്മസ് ഹോയിലൻഡിനെ നമ്മുടെ യുണൈറ്റഡിന്റെ ഫോർവേഡിന്റെ ടീമിനായിട്ട് എടുത്താലോ എന്നൊരു കുറെ പേർക്ക് ഉണ്ടാവും. ഇഫ് യു ആസ്ക് മീ ലൈക്ക് സൊളാങ്കിനെ ഒഴിവാക്കിയിട്ട് ഹോയിലൻഡിനെ എടുത്തു കഴിഞ്ഞാൽ ഗെയിം വീക്ക് 28 ഡബിൾ ഗെയിം വീക്ക് ആകുമ്പോൾ പിന്നെ സൊളാങ്കിനായിട്ട് എടുക്കേണ്ടി വരും. വാക്കിങ്സ് വേഴ്സസ് ഹോയിലൻഡാണ് നോക്കുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ്സ് വാക്കിങ്സ് ഫോർ മീ. അതുകൊണ്ട് തന്നെ ഹോയിലൻഡ് നമ്മുടെ ഫ്രണ്ട് ലൈനിൽ എവിടെ എടുത്തു വയ്ക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. എന്നിരുന്നാൽ പോലും ആരെങ്കിലും ഇഫ് യു പ്ലാൻ ടു ഗോ അഗെയിൻസ്റ്റ് വാക്കിങ്സ്, ഹോയിലൻഡ് ഇസ് എ ബെറ്റർ ഓപ്ഷൻ. കഴിഞ്ഞ 4 കളിയിൽ തുടർച്ചയായിട്ട് ഗോൾ തേടി തരണമെന്നത് ഹോയിലൻഡ് ഓണേഴ്സിനെ നിരാശപ്പെടുത്തുന്നില്ല, തീർച്ചയായും നിങ്ങൾക്ക് എടുത്തു വയ്ക്കാൻ കഴിയുന്നതാണ്. ഇനി ഇതല്ലാത്ത നമ്മൾ പൊതുവായിട്ട് പറയുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ കഴിഞ്ഞ കളിയിൽ ഡിബ്രോയിൻ ഇറങ്ങില്ല, അതുകൊണ്ട് തന്നെ ബോൺമൗത്തിനെതിരെ ഡിബ്രോയിൻ ഇറങ്ങും. സോ ഡിബ്രോയിൻ ഈസ് എ ഹോൾഡ്. എസ്റ്റുപിനാൻ ഒരു ഫസ്റ്റ് റേറ്റഡ് അസറ്റ് തന്നെയാണ്, കഴിഞ്ഞ കളിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. പക്ഷേ ഈ ഒരു കളിയിലും കൂടെ ജസ്റ്റ് നോക്കിക്കോളി ഇറങ്ങണ്ടോന്ന്. ഇറങ്ങിയില്ലെങ്കിൽ തീർച്ചയായിട്ടും എസ്റ്റുപിനാൻ നിങ്ങൾക്ക് സെല് ചെയ്യാൻ കഴിയുന്നതാണ്. പിന്നെ അതെല്ലാമാണ് മെയിൻ ആയിട്ട് പറഞ്ഞു വെക്കാനുള്ള കാര്യങ്ങൾ. ഇനി ക്യാപ്റ്റൻസിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹാലൻഡ് ഒബ്വിയസ് ക്യാപ്റ്റൻസി ഓപ്ഷനാണ്. ഒബ്വിയസ് ക്യാപ്റ്റൻസി ഓപ്ഷൻ ഞാൻ പറയില്ലായിരുന്നു, ബിക്കോസ് കഴിഞ്ഞ കളിയിൽ ഗോൾ എടുത്തതിനും ടുവാർഡ്സ് എൻ്റെ ഹാലൻഡ് ലുക്സ് വെരി ടയേർഡ്. പക്ഷേ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് വെച്ചാൽ കെവിൻ ഡിബ്രോയിൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഏറെക്കുറെ ഉറപ്പാണ്. ബോൺമൗത്തിനെതിരാണ് കളി, അതുകൊണ്ട് തന്നെ ഡിബ്രോയിൻ ഉണ്ടെങ്കിൽ ഹാലൻഡിന് ഗോൾ അടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഹാലൻഡ് തന്നെയായിരിക്കും ഒരു സേഫ് ക്യാപ്റ്റൻസി പിക്ക്. അതല്ലാത്ത പക്ഷം ആര് ക്യാപ്റ്റൻസി എന്ന് വെച്ചാൽ ഞാൻ പറയും ഐ വിൽ ഗോ ടു
വാക്കിങ്സ് ആയിരിക്കും അഗൈൻസ്റ്റ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ഇൻ ഹോം ഗെയിം. സോ ഇത് രണ്ടാണ് ക്യാപ്റ്റൻസിനെ പറ്റി പറയാനുള്ളത്. മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. വേറെ എന്തെങ്കിലും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. എല്ലാവരും കമന്റ് ഇടുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിലും ലൈക്ക് ഇടാൻ മറക്കുന്നുണ്ടെന്ന് സംശയം ഉണ്ടെന്നുകൊണ്ട് തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, സംശയങ്ങൾ കമന്റ് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ഉടനെ കാണാം. അതുവരെ ഗുഡ് ബൈ.